ഇറ്റ്സ് തേഴ്സ്ഡേ മോർണിംഗ്. ഞാനും ലക്ഷ്മി ചേച്ചിയും കൂടെ ഇന്ന് വൈക്കത്ത് അമ്പലത്തിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചധികം നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അഷ്ടമിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ആ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും താമസിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെ ഒരു 8:30 ഒക്കെ ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. 2 വീലറിന് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ മഴ നമ്മളെ ചതിച്ചു. മഴ ചതിച്ചു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചതിച്ചു എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ടൗണിൽ വന്നിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ബസ്സിന് പോകാനാണെന്നുണ്ടെങ്കിൽ ചേർത്തല നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ചേർത്തല നിന്ന് തവണക്കടവ് റൂട്ട് ബസ് കയറിയിട്ട് തവണക്കടവ് ഇറങ്ങുക. അവിടുന്ന് ബോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ജങ്കാർ ഉണ്ടാവും. ജങ്കാർ കടന്ന് അക്കരെ ചെല്ലുമ്പോഴത്തേക്കും നേരെ കാണുന്നത് അമ്പലമാണ്. വലിയ ദൂരമൊന്നുമില്ല, വലിയ പാടുമില്ല പോയി വരാനൊന്നും. അപ്പം നമ്മൾ അങ്ങനെ നേരെ ബസ് കിട്ടി. പെട്ടെന്ന് ബസ് കിട്ടി കേട്ടോ. നമ്മൾ ബസ് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലായിടത്തും ലാഗ് ആണെങ്കിലും ബസ് നോക്കി കുറച്ച് സമയം നിൽക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പിലൊക്കെ കുറച്ച് സമയം കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കൂടുതലും നമ്മൾ 2 വീലറിന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ദൈവം സഹായിച്ചെല്ലാം പെട്ടെന്ന് നടന്നു. നമുക്ക് ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് ബസ് കിട്ടി. ബസ് ഇറങ്ങും നേരെ നമുക്ക് ബോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരിടത്തും ലാഗ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമ്മൾ അവിടെ എത്തിയിട്ടോ. ഞാൻ ഇതിനു മുന്നേ ഒരു വട്ടം അമ്പലത്തിൽ പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ബൈ റോഡായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ബോട്ടോ ജങ്കാറോ ഒന്നും കയറി പോയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കെന്തോ വൈക്കം എന്ന് പറയുമ്പോൾ ഭയങ്കര താല്പര്യമാണ്. ഞാൻ കുറച്ചിങ്ങോട്ട് എത്താൻ താമസിച്ചു എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇതിനു മുന്നേ പോയിട്ടുള്ളൂ. അന്നോട്ടേ എനിക്ക് എന്താണെന്നറിയില്ല. നോർമലി എനിക്ക് പൊതുവേ ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പീസ്ഫുള്ളാണ്. എൻ്റെ മൈൻഡ് ഒന്ന് ഔട്ടായിട്ടിരിക്കുന്ന ടൈമിൽ കൂടുതലും ഞാൻ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി നോക്കാറുണ്ട്. ഇതാണ് നമ്മളുടെ സ്വന്തം ലക്ഷ്മി ചേച്ചി. വൈക്കത്തോട്ട് എത്താൻ ഞാൻ ലേറ്റ് ആയതുപോലെ തന്നെ വളരെ വൈകി കണ്ടുമുട്ടിയ ഒരാളാണ് ചേച്ചി. എൻ്റെ ജിമ്മേറ്റാണ്. എന്തോ നമ്മളൊരു 3 മാസത്തെ കമ്പനി മാത്രമാണുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു കണക്ഷൻ എനിക്ക് എന്തോ ചേച്ചിയോട് പെട്ടെന്നുണ്ടായി. എനിക്കറിയില്ല, നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ. എനിക്കും എൻ്റെ ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ ചേച്ചിക്ക് ചേച്ചിയുടെ ഒരു കംഫർട്ട് സോണാണ് ഞാനെന്ന് റീസെൻ്റ്ലി എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മളുടെ സർക്കിളിലോട്ട് വളരെ കുറച്ച് പേരെല്ലാം അടുപ്പിക്കത്തുള്ളൂ. എനിക്ക് പൊതുവേ ഞാൻ ക്വാളിറ്റി നോക്കുന്ന ആളാണ് ക്വാണ്ടിറ്റീനെക്കാട്ടിലും. അപ്പോൾ എനിക്കങ്ങനെ എൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന വളരെ കുറച്ച് ബന്ധങ്ങളിൽ ഒരാൾ മാത്രമാണ് ചേച്ചി. എനിക്ക് തോന്നുന്നു നോർമലി മിക്ക കോവിലുകളിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ അകത്താണ് റെസിപ്റ്റ് എഴുതണേ. സാധാരണ പുറത്തായിരിക്കുമല്ലോ കൗണ്ടർ. ഇവിടെ ശ്രീകോവിലോട്ട് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പോച്ചിരുന്ന് റെസിപ്റ്റൊക്കെ എഴുതുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്കി കണ്ടിടത്തൊക്കെ പുറത്താണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പം നമ്മൾ നേരെ പുറത്തുനിന്ന് ഒരു കൂവളമാലയും അതുപോലെ തന്നെ താമരമുട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കറുകമാലയൊക്കെ കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് റെസിപ്റ്റൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിനു മുന്നേ പോയ ടൈമിലും ഇങ്ങനെ തന്നെയായിരുന്നു. പുറത്തുനിന്ന് കൂവളമാല വാങ്ങിയിട്ട് ഭഗവാന് ചാർത്താൻ വേണ്ടി നമുക്ക് നടക്കിൽ വയ്ക്കാൻ പറ്റും. പിന്നെ റെസിപ്റ്റുകളൊക്കെ എഴുതുന്ന അകത്താണ്. എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അകത്താണ് എഴുതണേ. ശ്രീകോവിലിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ കാണാതെ വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഫോൺ സൈലൻ്റ് ആക്കി ബാഗിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. ശ്രീകോവിലിനകത്ത് തീരെ തിരക്കുണ്ടായിരുന്നില്ല. പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അകത്ത് തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നന്നായിട്ട് നമുക്ക് ഭഗവാനെ തൊഴാൻ പറ്റി. ഇതിന് മുന്നേ പോയ സമയത്ത് ഭയങ്കര റഷായിരുന്നു. ഇവിടെ നോർമലി അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഞാനും ലക്ഷ്മി ചേച്ചി അത് തന്നെ പറയായിരുന്നു. നമുക്ക് ഭയങ്കര പ്ലസൻ്റായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് നിന്ന് തൊഴാൻ പറ്റിയെന്ന് പറയാം. പിന്നെ നമ്മൾ അകത്ത് തൊഴുതിട്ട് പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. ചേച്ചിക്ക് നന്ദിയോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ചേച്ചി എന്നോടും പറഞ്ഞു, മോളെ എന്തെങ്കിലും പ്രാർത്ഥിക്കുക. ഞാൻ പലയിടത്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നന്ദികേശൻ്റെ ചെവിയിൽ പോയിട്ട് ഞാൻ അങ്ങനെ ഒന്നും പറയലില്ല. ഞാൻ എങ്ങനെ വിചാരിക്കും ഞാൻ പൊതുവെ കോവിലിൽ പോയാലും ഇങ്ങനെ പ്രാർത്ഥിക്കലില്ല കേട്ടോ. മീൻസ് എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കലേ ഇല്ല. എന്തെങ്കിലും മന്ത്രങ്ങളോ കാര്യങ്ങളോ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് പ്രാർത്ഥിക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് ഞാനിങ്ങനെ ഒരു നീഡിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയാറില്ല. കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഭഗവാൻ അറിയാൻ നമുക്ക് എന്താ വേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കലില്ല കേട്ടോ. പക്ഷേ ചേച്ചി ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളെ പോയി പ്രാർത്ഥിക്കുക, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കൂ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എന്താ അറിയില്ല, ചേച്ചിയുടെ കൂടെ പോയത് എനിക്ക് ഭയങ്കര പ്ലസൻ്റായിട്ട് തോന്നി. കാരണം നമ്മളുടെ വീട്ടിൽ നിന്ന് അമ്മയുടെയൊക്കെ കൂടെ പോകുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ എനിക്കൊരു എൽഡർ സിസ്റ്ററൊന്നുമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഈ ഒരു യാത്ര. അങ്ങനെ നമ്മൾ വിചാരിച്ചതിലും ഗംഭീരമായിട്ട് തീരെ തിരക്കൊന്നും ഇല്ലാണ്ട് ഭഗവാനെ നന്നായിട്ട് കണ്ണ് നിറയെ കണ്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ കോവിലിന് പുറത്തിറങ്ങി ഫുഡ് കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ടൗണിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാരണം ഇന്ന് തമിഴ്നാട് CM അതുപോലെ തന്നെ കേരള CM അറ്റൻഡ് ചെയ്യുന്ന എന്തോ ഒരു ഇനാഗുറേഷൻ നടക്കുന്നുണ്ടായിരുന്നു.
അതിൻ്റേതായ ഒരു തിരക്ക് ടൗണിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 2 വീലർ എടുക്കാൻ നന്നായി. കാരണം ഈ ഒരു ഇനാഗുറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ജങ്ക സർവീസ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ വണ്ടി എടുത്തിരുന്നെങ്കിലും നമ്മൾ വണ്ടി അപ്പുറത്ത് വെച്ചിട്ട് ബോട്ടിൽ തന്നെ വരേണ്ടി വന്നേനെ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മഴയും നന്നായി. മഴയുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ വണ്ടി എടുക്കാണ്ട് വന്നത്. അപ്പോൾ നമ്മളങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കണം. പിന്നെ തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ അങ്ങോട്ട് പോയതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോട്ടിൽ ആളൊന്നും നിറയെ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ബോട്ടിൻ്റെ ആ ബാക്ക് സൈഡിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ബാൽക്കണിയാണോ എന്തോ, ബാക്ക് സൈഡിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വിഷ്വൽസും ഒക്കെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ കുട്ടി വീഡിയോ. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് മുന്നേ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 11 മണിക്ക് മുന്നേ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.